നമ്മളുടെ സമൂഹത്തിൽ ചില ആൾക്കാർക്ക് കിഡ്നി അല്ലെങ്കിൽ വൃക്കയുടെ അസുഖം കാണപ്പെടാറുണ്ട്. അപ്പോൾ ഈ കിഡ്നി അല്ലെങ്കിൽ വൃക്കയുടെ അസുഖം കുറച്ച് സിവിയർ ആവുമ്പോൾ ഇങ്ങനത്തെ പേഷ്യൻസിന് ചിലപ്പോൾ ഡയാലിസിസിൻ്റെ ആവശ്യം വരാറുണ്ട്. അപ്പോൾ ഈ ഡയാലിസിസിനെ സഹായിക്കാൻ വേണ്ടി ഉള്ള ഒരു പ്രൊസീജിയർ, ഡയാലിസിസ് ചെയ്യാൻ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രൊസീജിയറുടെ പേരാണ് AV ഫിസ്റ്റുല ക്രിയേഷൻ. അതൊരു ചെറിയ സർജറി വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ AV ഫിസ്റ്റുലയിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു ആർട്ടറിനെ, രക്തക്കുഴലിനെ നമ്മളൊരു വെയിനിലോട്ട്, വേറെ തരം രക്തക്കുഴലിലോട്ട് നമ്മൾ സർജറി വഴി നമ്മൾ ഘടിപ്പിക്കുകയാണ്. നമ്മൾ അതിന് രണ്ടിനെയും കൂടെ യുണൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ആർട്ടറിയിൽ വഴി ബ്ലഡ് നല്ല ഹൈ വെലോസിറ്റിയിൽ ഈ വെയിൻ കൂടെ അത് ട്രാവൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഹൈ വെലോസിറ്റിയിൽ നമ്മൾ ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഈ വെയിനിനെ നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുള്ളായിരിക്കും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സപ്പോസിങ് നമുക്ക് AV ഫിസ്റ്റുല ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ അടുത്ത ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡ്വെല്ലിംഗ് കത്തീറ്റർ ഇടുന്നതായിരിക്കും. ഇൻഡ്വെല്ലിംഗ് കത്തീറ്റർ എന്ന് പറഞ്ഞാൽ വലിയൊരു ട്യൂബ് അകത്തോട്ട് ഇടുന്നതായിരിക്കും. ഈ കത്തീറ്റേഴ്സ് നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സർജറി വഴി നമ്മൾ AV ഫിസ്റ്റുല ചെയ്യുകയാണെങ്കിൽ അതിനെ ഈ ഇൻഡ്വെല്ലിംഗ് കത്തീറ്റേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? ഒന്നെന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി ഒരുപാട് AV ഫിസ്റ്റുല ചെയ്തതിന് ശേഷം സ്പെഷ്യലായിട്ടുള്ള കെയർ എടുക്കേണ്ട ആവശ്യമില്ല. ഒരിക്കൽ മുറിവ് ഉണങ്ങിയതിന് ശേഷം പിന്നെ പേഷ്യൻറ്റിനെ അത് സാധാരണ രീതിയിൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് അതിൽ കുളിക്കാൻ പറ്റും, അവിടെ ഡ്രസ്സിങ്ങിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മളൊരു വലിയൊരു കാനുലാസ് അല്ലെങ്കിൽ കത്തീറ്റേഴ്സ് ഇടുകയാണെങ്കിൽ നമുക്ക് അവിടെ സ്പെഷ്യൽ കെയർ ഒരുപാട് വേണ്ടി വരും. അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി ഒരുപാട് ഹൈ ആണ്. അന്ന് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ലൈക്ക് ഡ്രൈവിങ് അല്ല കുളിക്കുന്നത് ഇതിനെയൊക്കെ അതിനെ ബാധിക്കാൻ പറ്റും. അപ്പോൾ കൺവീനിയൻസ് വഴി നോക്കിയാൽ AV ഫിസ്റ്റുല ചെയ്യുന്നതാണ് ബെറ്റർ. സേഫ്റ്റി വൈസ് നോക്കിയാലും AV ഫിസ്റ്റുല ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ AV ഫിസ്റ്റുല നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത്? AV ഫിസ്റ്റുല യൂഷ്വലി ചെയ്യുന്നത് നെഫ്രോളജിസ്റ്റ് അല്ലെങ്കിൽ വൃക്കയ്ക്ക് വേണ്ടി നമ്മൾ കാണിക്കുന്ന ഡോക്ടർ അഡ്വൈസ് ചെയ്യുമ്പോഴാണ്. യൂഷ്വലി ക്രിയാറ്റിനിൻ ഒരു 7 ഒക്കെ കഴിഞ്ഞ് പോകുമ്പോഴാണ് നമ്മൾ യൂഷ്വലി AV ഫിസ്റ്റുല ചെയ്യുന്നത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ക്രിയാറ്റിനിൻ അതിന് മുമ്പ് തന്നെ നമുക്ക് AV ഫിസ്റ്റുല ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരമാണ് ചെയ്യുന്നത്. പക്ഷേ സാധാരണ രീതിയിൽ കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഡോക്ടർ അഡ്വൈസ് ചെയ്യും AV ഫിസ്റ്റുല ചെയ്യൂ, പക്ഷേ പേഷ്യൻസ് ചെയ്യാറില്ല. അവരൊരു വലിയ സർജറിയുടെ ഭയം കാരണം അത് മടിക്കും. പക്ഷേ അതൊരു നല്ല സ്ട്രാറ്റജി അല്ല. അതെന്തെന്നാൽ പറഞ്ഞാൽ ഈ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഡയാലിസിസ് ചെയ്യുമ്പോൾ AV ഫിസ്റ്റുല ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കുറേ കൂടെ അത് എളുപ്പമാണ്, അത് കുറേ കൂടെ കൺവീനിയൻ്റ് ആണ്, അതിൻ്റെ സേഫ്റ്റി കുറച്ചും കൂടെ ഹയർ ആണ്. സപ്പോസിങ് നമ്മൾ AV ഫിസ്റ്റുല ചെയ്യാതെ നമ്മൾ വെറുതെ വെച്ചിരിക്കുകയാണ്, നമ്മൾ അതിനെ ഡിലേ ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ചില ഘട്ടങ്ങളിൽ പേഷ്യൻസിനോട് ഒരുപാട് ശ്വാസം മുട്ടൊക്കെ വന്നിട്ട് ഒരുപാട് നീരൊക്കെ വന്നതിന് ശേഷം ചിലപ്പോൾ എമർജൻസി അഡ്മിഷൻസ് ചിലപ്പോൾ കാണപ്പെടാറുണ്ട് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ചിലപ്പോൾ നമ്മൾ വെയിനൊക്കെ ഒരുപാട് പങ്ക്ചേഴ്സ് വന്നിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ AV ഫിസ്റ്റുല ചെയ്യാൻ ചിലപ്പോൾ പാടായിരിക്കും. അപ്പോൾ സപ്പോസിങ് AV ഫിസ്റ്റുല ചെയ്യാൻ അഡ്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേഷ്യൻസ് പിന്നെ സൂക്ഷിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി AV ഫിസ്റ്റുല ചെയ്യുന്നത് ലെഫ്റ്റ് അപ്പർ ലിംബിലാണ്, ലെഫ്റ്റ് കൈയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് അപ്പർ ലിംബിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസിന് വേണ്ടി ബ്ലഡ് എടുക്കുന്നതോ അല്ലെങ്കിൽ ആ ഭാഗത്തോ വെയിനിൻ്റെ കാനുലാസ് ഇടുന്നതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ എക്സസൈസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ AV ഫിസ്റ്റുല ചെയ്യുന്നത് എങ്ങനെയാണ്? AV ഫിസ്റ്റുല നമ്മൾ സാധാരണ രീതിയിൽ ലോക്കൽ അനസ്തീസിയ അവിടെ മാത്രം മരവിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. പേഷ്യൻ്റെ ബോധം കാണും. ചില ഘട്ടങ്ങളിൽ നമ്മൾ കുറച്ച് സെഡേഷനും കൂടെ കൊടുക്കാറുണ്ട്. അതിനുശേഷം നീണ്ട കാലത്ത് ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആവശ്യമില്ല. ഭൂരിപക്ഷം ആൾക്കാർക്ക് അന്ന് അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ കോംപ്ലിക്കേഷൻസ്, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാൻ പറ്റും? ചില കോംപ്ലിക്കേഷൻസ് സാധാരണ രീതിയിൽ കാണപ്പെടുന്ന കോംപ്ലിക്കേഷൻസ് ആണ്. ഉദാഹരണത്തിന് ഇൻഫെക്ഷൻ, ബ്ലീഡിങ്, വലിയ മുറിവിൻ്റെ പാട് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ പൊതുവേ അങ്ങനെ ഉണ്ടാകാറില്ല. പിന്നെ വേറൊരു കാര്യം അറിയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ AV ഫിസ്റ്റുല ചെയ്താലും എല്ലാ ആൾക്കാർക്കും ചിലപ്പോൾ ആ ഫിസ്റ്റുല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാറില്ല. ചിലപ്പോൾ ആ ഫിസ്റ്റുല നമ്മൾ ഡെവലപ്പ് ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ചാൻസസ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ മുമ്പേ തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ അഡ്വൈസ് ചെയ്യുന്നത്. അല്ലാതെ അവസാന നിമിഷം വരെ നമ്മൾ AV ഫിസ്റ്റുലനെ മാറ്റി വെച്ചാൽ ഔട്ട്കംസ് ചിലപ്പോൾ അത്ര നല്ലതല്ലായിരിക്കും. അപ്പോൾ ഇൻ കേസ് AV ഫിസ്റ്റുല നന്നായിട്ട് വരുന്നില്ല, അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെന്താ ചെയ്യുന്നത്? വേറൊരു സൈറ്റിൽ ചെന്നിട്ട് വീണ്ടും ഒരു AV ഫിസ്റ്റുല പുതുതായിട്ട് ഒന്ന് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അപ്പോൾ മുന്നിൽ പറഞ്ഞതുപോലെ തന്നെ AV ഫിസ്റ്റുല എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് കുറേ ഭയമുണ്ടാകും. അവരൊരു വലിയ ഓപ്പറേഷനാണ് അങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ AV ഫിസ്റ്റുല ചെയ്താൽ അതിന് പേഷ്യൻസിനും കെയർ പ്രൊവൈഡേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. ഈ AV ഫിസ്റ്റുല വഴി നമുക്ക് ഡയാലിസിസ് ചെയ്യുന്ന കുറേ കൂടെ കൺവീനിയൻ്റ് ആണ്. അതുമാത്രമല്ല അതിൻ്റെ സേഫ്റ്റി പ്രൊഫൈലും കുറേ കൂടെ ബെറ്ററാണ്. പിന്നെ സാധാരണ രീതിയിൽ ചില ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, AV ഫിസ്റ്റുല ചെയ്താൽ അതിനകത്ത് എന്തോ ഒരു കൃത്രിമ സാധനം കയറ്റി വയ്ക്കും. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചെറിയ സൂച്ചേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ആർട്ടറിനെയും വെയിനെയും കൂടെ നമ്മൾ ഘടിപ്പിക്കുകയാണ്.
ഈ സുഹൃത്തിൻ്റെ മുകളിൽ നമ്മളൊരു എ വി ഫിസ്ല ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എ വി ഫിസ്ല നമ്മൾ ഈ ഫോറാമിൻ്റെ ഈ ഭാഗത്തിൻ്റെ ഡിസ്റ്റൽ പാർട്ടിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഫിസ്ലയിൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുവഴി ഒരു ആർട്ടറി ഉണ്ട്, റേഡിയൽ ആർട്ടറി. ഈ റേഡിയൽ ആർട്ടറീനെ നമ്മൾ ഇതുവഴി പോകുന്ന ഒരു വെയിനിലോട്ട് നമ്മൾ സർജറി വഴി ഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ഫോറിൻ ബോഡി ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഇതുവഴി വരുന്ന ബ്ലഡ് ഈ ഫിസ്ല വഴി ക്രോസ് ചെയ്തിട്ട് ഈ വെയിൻ വഴി തിരിച്ചു പോകും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ബ്ലഡിൻ്റെ വെലോസിറ്റി, വോളിയം ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ ഈ വെയിൻ വഴി നമുക്ക് ബ്ലഡ് എടുത്തിട്ട് നമുക്ക് ഡയാലിസിസ് ചെയ്യുന്ന മെഷീനിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അത് ഡയാലിസിസ് ചെയ്തതിന് ശേഷം അതേ ബ്ലഡിനെ ഈ വെയിൻ വഴി നമുക്ക് തിരിച്ച് വിടാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഇതിപ്പോൾ 2 ആഴ്ചയായി നമ്മൾ ചെയ്തതിന് ശേഷം സ്പെഷ്യലായിട്ടുള്ള കെയർ ഒന്നും ആവശ്യമില്ല. പേഷ്യൻ്റ് ഇത് കവർ ചെയ്ത് വെക്കുന്നതിൻ്റെ ആവശ്യമില്ല. ഇവിടെ വേണമെങ്കിൽ കുളിക്കാം, ഡ്രൈവിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. പിന്നെ ഇവിടെ നമുക്ക് സപ്പോസിങ് ഇവിടെ ഫിസ്ല ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എൽബോ റീജിയനിലായിരിക്കും ചെയ്യുന്നത്. എൽബോയിൽ ഇവിടെ ഒരു ആർട്ടറി ഉണ്ട്, അതിനെ നമ്മൾ ഇതുവഴിയുള്ള വെയിനിലോട്ട് നമ്മൾ ഘടിപ്പിച്ചിട്ട് ഇവിടെ നമ്മൾ ഫിസ്ല ചെയ്യും. ഫിസ്ല ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ചെറുതായിട്ട് ഒരു ത്രില്ല് ഫീൽ ചെയ്യാൻ പറ്റും, ഒരു മുഴക്കം പോലെ ചെറിയൊരു ത്രിൽ ഫീൽ ചെയ്യാൻ പറ്റും. താങ്ക് യു.